നമസ്കാരം. ന്യൂസ് 18 പൊതുവേദി ആരംഭിക്കുകയാണ്. അമേഠിയിലും റായ്ബറേലിയിലും ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ് മത്സരിക്കാനുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഒരാളെയെങ്കിലും മത്സര രംഗത്തിറക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായി നടക്കുകയാണ്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാളാണെന്നിരിക്കെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അണികൾ. ഏതായാലും രാഹുൽ ഗാന്ധി വയനാട് വിട്ട് വയനാടിനൊപ്പം അമേഠിയിലും മത്സരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടിടത്തും ജയിച്ചാൽ ഏത് മണ്ഡലം തിരഞ്ഞെടുക്കും എന്നുള്ളതും സസ്പെൻസ് ആകും. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. ന്യൂസ് 18 പൊതുവേദി ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. രാഹുൽ വയനാടിന് പുറത്ത് മത്സരിക്കണം. വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകൻ ചേരുകയാണ്. ബാലകൃഷ്ണൻ, കോൺഗ്രസിന്റെ ദേശീയ സാഹചര്യം നമ്മൾക്കറിയാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ കഴിഞ്ഞ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇത്തവണ അമേഠിയിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതെ കുഴയുകയാണോ ആ പാർട്ടി? നമസ്കാരം സാർ. രാഹുൽ ഗാന്ധി പുറം സ്റ്റേറ്റിൽ മത്സരിച്ചാലും എവിടെ മത്സരിച്ചാലും ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തൊന്നും സംഭവിക്കാൻ പോലില്ല. കോൺഗ്രസിന് ഒരു ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനം പോലും ഇന്ത്യൻ പാർലമെന്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടൂല. പിന്നെ മറ്റൊരു കാര്യം, പുറം സ്റ്റേറ്റിൽ പോയിട്ട് രാഹുൽ ഗാന്ധി ഇതേപോലെ പൊടിയില്ലാതെ മത്സരിക്കാൻ പോയാൽ അവിടുത്തെ ജനങ്ങൾ ഏത് രൂപത്തിൽ പ്രതികരിക്കണമെന്ന് കണ്ടറിയേണ്ടി. കേരളത്തിൽ ഇവർക്ക് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി വോട്ട് വേണ്ട ഒരു ന്യൂനപക്ഷം കേരളത്തിൽ. അപ്പൊ അവരെ ഇംഗിതപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ എല്ലാ കളിയും കളി. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞില്ലേ, ഒരു സീറ്റിന് വേണ്ടി PFIയുടെ പിന്തുണ വരെ ഇവർ തേടിയിട്ടുണ്ട്. ഇവർ തേടിയിട്ടുണ്ടായിരിക്കാം. അത് ആ ചരിത്രം കേരളത്തിലെ ഇടതിനും വലതിനുമുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചാലും പുറത്ത് എവിടെ മത്സരിച്ചാലും ഈ 2024 18 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനം പോലും കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല. ശരി, നന്ദി ശ്രീ ബാലകൃഷ്ണൻ. ഉമേഷ് പാലയിൽ നിന്ന് ഉമേഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഉമേഷ്, രാഹുൽ ഗാന്ധി വയനാട് വിട്ട് അല്ലെങ്കിൽ വയനാട്ടിന് ഒപ്പം അമേഠിയിലും മത്സരിക്കുമെന്ന് കരുതുന്നുണ്ടോ? വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുമോ അവിടെ ജയിച്ചാൽ? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നെഹ്റു കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദി ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പം നമ്മള് ഇവിടെ വയനാട്ടിൽ വന്ന് മത്സരിക്കാന്ന് അടുത്ത കാലത്തുള്ള മത്സരങ്ങളിലാണ് മത്സരിക്കാൻ തുടങ്ങി. ഇത് ആദ്യം മുതലേ നെഹ്റു കുടുംബം മത്സരിച്ചുകൊണ്ടിരുന്ന അവിടെ മത്സരിച്ചില്ലെങ്കിൽ ഇതിൽ പല ഒരു നാണക്കേട് ഇന്റർനാഷണൽ കോൺഗ്രസിനുണ്ടോ? തോറ്റാലും ജയിച്ചാലും മത്സരിക്കുമല്ലേ വേണ്ടത്. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ മത്സരിക്കേണ്ടത് നരേന്ദ്രമോദിയോടാണ്. ഇനി അത് പോട്ടെ, അവിടെ പേടിയാണെങ്കിൽ പോട്ടെ, അമേഠിയിൽ മത്സരിക്കണം. അതും അല്ലെങ്കിൽ എവിടെയെങ്കിലും മത്സരിക്കാതിരുന്നാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഡ്രസ് എവിടെ പോകും സാറേ? നമ്മളൊന്ന് ആലോചിക്കട്ടെ. അപ്പൊ ഇതും കേരള പാർട്ടി മാത്രമായിട്ടും ഒതുങ്ങാൻ പാടില്ല. മത്സരിക്കണം. തോൽവിയോ ജയമോ അല്ലല്ലോ പ്രശ്നം. തോറ്റാലും ജയിച്ചാലും മത്സരിച്ച് കാണിക്കണം. അതായത് അവരെല്ലാരും മത്സരിക്കണം. അങ്ങനെ നിങ്ങളും മത്സരിച്ച് തോറ്റാലും ജയിച്ചാലും നമ്മൾ കേരള സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിനെ, ഭാരതത്തെ കാണിച്ചു കൊടുക്കണം. മത്സരിക്കും, തോറ്റാ തോക്കട്ടെ. പക്ഷെ മത്സരിച്ചില്ലാൽ അത് അതിഭയങ്കരമായ നാണക്കേടുമാവും. എന്നേക്കുമായിട്ട് ഈ പാർട്ടി ഇല്ലാതെ വരും എന്നുള്ളതാണ് എന്റെ. പക്ഷെ അവർ രണ്ടുപേരും സമ്മതം മൂളുന്നില്ല. 2 ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ അവിടെ ബാക്കിയുള്ളത്. ഈ രണ്ടുപേർക്കും അത്ര സമ്മതമില്ല എന്നാണ് മനസ്സിലാകുന്നത്. സമ്മതമില്ലെന്ന് പറഞ്ഞാൽ തോൽവി ഭയന്നാണ് സമ്മതിക്കാതിരിക്കുന്നത്. പക്ഷെ അത് കാര്യമില്ല. അപ്പൊ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് അതൊരു അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാകും സാറേ. ഇവര് മത്സരിച്ചില്ല, മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളൂ. BJP പറയല്ലേ, BJP പറഞ്ഞിടക്കില്ല കണ്ടോ, ഇതിന്റെ തലപ്പുറക്കാരും ഈ പാർട്ടിയെ ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടിയെ ഉണ്ടാക്കിയവരാരും മത്സരിക്കുന്നില്ല. പിന്നെ ഈ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്താലേ അങ്ങനെ അവരെ ജയിപ്പിക്കേണ്ട കാര്യം ചോദിക്കല്ലേ. അത് തന്നെയല്ലേ, അത് നാണക്കേടിന്റെ അങ്ങേയറ്റമാകിയല്ലേ. മത്സരിക്കണമെന്നുള്ളതാണ്. ശരി, നന്ദി ഉമേഷ്. അശോകനുണ്ട്, കൊല്ലത്ത് നിന്ന് പ്രേക്ഷകനുണ്ട്. അശോകൻ, താങ്കളുടെ നിലപാടെന്താണ്? രാജീവ് ഗാന്ധി കുടുംബമല്ലേ, ഇന്ദിരാഗാന്ധി കുടുംബമല്ലേ, ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരില്ലേ, അത് മത്സരിക്കണം. പക്ഷെ രണ്ടുപേരും മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതാണ് പ്രശ്നം. അത് മത്സരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. കോൺഗ്രസ് വലിയ പാർട്ടിയാണ്. തമ്മിലടി വിഷയം ഉണ്ടാവുന്നത്. ഏറ്റവും വലിയൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. തമ്മിലടി പ്രശ്നമാകുന്നത്, ജനങ്ങൾ വെറുക്കപ്പെടുന്നത്. ശരി ശരി, അശോകൻ എന്ന പ്രേക്ഷകനാണ് പ്രതികരിച്ചത്. രവീന്ദ്രൻ പിള്ളയുണ്ട് അഞ്ചാല് മോഡിൽ നിന്ന്. രവീന്ദ്രൻ പിള്ള, ഏതായാലും 2 ദിവസം മാത്രമാണ് അമേഠിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനത്തിന് ബാക്കിയുള്ളത്. ഒരു തീരുമാനത്തിലെടുക്കാത്ത വിധത്തിലാണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് കരുതുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സമ്മതം മൂളുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് അദ്ദേഹം ഇവിടെ ചിലവഴിച്ചത് 1-2 ദിവസങ്ങൾ മാത്രമാണ്. ഈ അമേഠിയിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് വേണമോ കരുതാൻ? എന്റെ പേര് TK രവിചന്ദ്രൻ പിള്ളയാണ്. രവിചന്ദ്രൻ പിള്ള. പിന്നെ നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടിരുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയിലുള്ള ഏത് പാർലമെന്റിനും ചെന്ന് മത്സരിക്കാം. കാരണം പറഞ്ഞാൽ മത്സരിച്ചാൽ ജയിക്കും. അതേ കണക്ക് നരേന്ദ്രമോദിക്ക്
കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുമോ? ഇത് ഒരു സൂചന മാത്രമേ ഉള്ളൂ. ഇത് കമ്പം ഇറക്കുവാണ്. കാരണം പറഞ്ഞാൽ ഇത് ഇപ്പൊ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നില്ല. കാരണം രാഹുൽ ഗാന്ധി അഥവാ മരണപ്പെട്ട അല്ലെങ്കിൽ സോണിയാഗാന്ധി പിന്നെ മരണപ്പെട്ട ഈ കോൺഗ്രസ് നെഹ്റു കുടുംബത്തിന്റെ കൈ മാത്രമുള്ളയാണോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുക്കുള്ള അതിൽ കോൺഗ്രസ് തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിക്കും. അത് രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാട് കറക്റ്റാണ്. കാരണം രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് നിന്ന് മത്സരിച്ച് അത് 100% ജയിക്കുമെന്ന് വിശ്വാസമുണ്ട്. അമേഠിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി 100% ജയിക്കും. അതേ കണക്ക് തന്നെ കേരളത്തിൽ ഇപ്പൊ നിങ്ങൾ ന്യൂസ് 8 പൊതുവേദി ചർച്ച ചെയ്യേണ്ടത് തിരുവനന്തപുരത്ത് KSRTC എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു ഡ്രൈവറെ കാര്യങ്ങൾ ഒരു കാരണമില്ലാതെ അയാള് അത് ചർച്ച ചെയ്യുന്നുണ്ട് സാർ, ഞങ്ങൾ അത് ചർച്ച ചെയ്യുന്നുണ്ട്. പൊതുവേദിക്ക് ഈ വിഷയം എടുത്തേ ഉള്ളൂ. ഞങ്ങളുടെ പ്രൈം ഡിബേറ്റിന്റെ ചർച്ച അത് തന്നെയാണ്. ഇത് ദേശീയ തലത്തിൽ കോൺഗ്രസ് നിശ്ചയിക്കുന്ന കോൺഗ്രസിന് ആരെയും പേടിയില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുക്കുള്ള ഒരു പാർട്ടിയാണ്. അത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇപ്പൊ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബം ആരെങ്കിലും മത്സരിച്ചില്ലെങ്കിൽ അതൊരു വീഴ്ചയല്ല. കാരണം കോൺഗ്രസിന് അനേകം നേതാക്കന്മാരുണ്ട്. ഇപ്പം BJPയുടെ കണക്കോ അല്ലെങ്കിൽ ഇട്ടാവട്ടത്ത് കിടക്കുന്ന CPMന്റെ കണക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കണക്കുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇതിപ്പം ഇന്ത്യ മുഴുക്കുള്ള എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ശരി, കേൾക്കാം സാർ, കേൾക്കാം. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. അജയ്കുമാർ എന്ന പ്രേക്ഷകനുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അജയ്കുമാർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധി വയനാടിന് പുറമെ അമേഠിയിലും മത്സരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ടോ? അല്ല, രാജ്യത്ത് അങ്ങനെ ഒരു സാഹചര്യമില്ല. കോൺഗ്രസിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ കുടുംബം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. നമ്മൾ ഉത്തർപ്രദേശിലെ ഒരു 10-20 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. 80 ലോക്സഭാ സീറ്റുണ്ട്. 2004 73 സീറ്റിൽ കോൺഗ്രസ് അവിടെ മത്സരിച്ചു. അവർ കേവലം 9 സീറ്റിലാണ് ജയിച്ചത്. 2009 അവർ 69 സീറ്റിലാണ് മത്സരിച്ചത്, 21 സീറ്റിലാണ് ജയിച്ചത്. 2014 67 സീറ്റിൽ മത്സരിച്ചു, കേവലം 2 എണ്ണത്തിലാണ് ജയിച്ചത്. 2019 67 എണ്ണത്തിൽ മത്സരിച്ച് 1 എണ്ണത്തിലാണ് ജയിച്ചത്. ഇനി 2024 ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള 17ആണ്. 18-ാമത്തേതോ 19-ാമത്തേതോ ആയിട്ട് ഇവർ രണ്ടും കൂടെ മത്സരിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവർ രണ്ടും തോക്കുകയും ചെയ്യും. അപ്പൊ ഇവരുടെ രാഷ്ട്രീയ ഭാവി ഇവർ തന്നെയാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിലെ മറ്റുള്ള ജനങ്ങൾക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്തിൽ ഒരു കാര്യമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ വയനാട്ടിൽ അദ്ദേഹം ജയിച്ചു ഇങ്ങനെ വീരവാദം മുഴക്കുന്നത് 50% മേളിൽ ഒരു വർഗീയ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർ ജയിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു സീറ്റിൽ നിന്ന് ജയിച്ചിരുന്നുവെങ്കിൽ ഇതിന് നമുക്ക് ആ വിജയത്തെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുമില്ല. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശരി, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. വയനാട് വിട്ട് രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കണമോ? അക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു വ്യക്തത വരുന്നില്ല എന്നുള്ള വിഷയമാണ് ഇപ്പോൾ പൊതുവേദി ചർച്ച ചെയ്യുന്നത്. അത് കോൺഗ്രസിനെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന പശ്ചാത്തലമുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പ്രേക്ഷകർ നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിഷയത്തിൽ. ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഷാജി എന്ന പ്രേക്ഷകൻ കുട്ടനാട്ടിൽ നിന്ന് ചേരുന്നു. ഷാജി, താങ്കൾക്ക് പറയാം. ഇതൊന്നും ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളം BJPയുടെ വളർച്ച കോൺഗ്രസിന് വളരെ ദോഷമാണ്. മറ്റേ ഇന്ത്യ സമൂഹത്തിൽ മൊത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല, അത് വ്യക്തമായി പറയൂ സാർ. BJPയുടെ വളർച്ചയെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ഇനി രാഹുൽ ഗാന്ധി അമേഠിയെ മത്സരിച്ചാൽ പോലും വിജയസാധ്യത വളരെ കുറവാണ്. കാരണം BJP അത്രയ്ക്കും അവിടെ വളർന്നു. അത് കാരണം ഇനിയിപ്പം മറ്റ് കർണാടക പോലുള്ള ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് മത്സരിച്ചെങ്കിൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഒരു വിജയത്തിൽ. കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിക്കണം അല്ലേ? കർണാടകയിലോ തെലങ്കാനയിലോ മത്സരിക്കണം അല്ലേ? അവിടെ മത്സരിച്ചെങ്കിൽ മാത്രമേ ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിക്കാൻ താല്പര്യം പുള്ളി കാണിക്കാത്തതിന്റെ അടിസ്ഥാനം എന്ന് പറയുമ്പം രാഹുൽ ഗാന്ധിയുടെ ജയപരാജയത്തിന്റെ നിർണായകമായൊരു സ്ഥിതിയാണ് അവിടെ ഉണ്ടാകുന്നത്. അദ്ദേഹം ഇപ്പം രാഹുൽ ഗാന്ധിയെ മൗനം വെടിഞ്ഞേക്കും. ശരി, നന്ദി. കോൺഗ്രസിന്റെ തകർച്ചയും BJPയുടെ വളർച്ചയും ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. തീർച്ചയായും താങ്കളുടെ നിലപാട് വ്യക്തം. അതായത് അമേഠിയിൽ മത്സരിച്ചാലും ജയിക്കില്ല എന്നാണ് പറയുന്നത് ഷാജി അല്ലേ? ജയിക്കാൻ 100% സാധ്യത കുറവാണ്. BJP അത്ര കണ്ട് വളർന്നുപോയി. കോൺഗ്രസ്സുകാർ തന്നെ BJPയിലേക്കായി. മനസ്സിലായി. ശരി, അതാണ് അതിന്റെ സത്യം.
ശരി ശരി. അനിൽകുമാർ എന്ന പ്രേക്ഷകനുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും. അനിൽകുമാർ എന്ന പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനിൽകുമാർ, ഈ രാഹുൽ ഗാന്ധിയുടെ മത്സരം അത് കോൺഗ്രസിലൊരു ആശയക്കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ദേശീയ സാഹചര്യം അനുസരിച്ച് നെഹ്റു കുടുംബത്തിൻ്റെ കോട്ടയായിരുന്ന അമേഠിയിൽ നെഹ്റു കുടുംബത്തിലെ തന്നെ, ഗാന്ധി കുടുംബത്തിലെ തന്നെ ഒരാൾ മത്സരിച്ചില്ലെങ്കിൽ അത് എന്തായിരിക്കും നൽകുന്ന സന്ദേശം? സാറേ, എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ദേശീയ നേതാവാണ്. അദ്ദേഹം എന്തിനാണ് അമേഠിയിൽ ഇവിടെ വയനാട് മത്സരിക്കുന്നത്? അദ്ദേഹം മത്സരിക്കുന്ന അമേഠിയിലോ റായ്ബറിലോ മത്സരിക്കണം. കാര്യം കോൺഗ്രസിന്റെ കുടുംബ സീറ്റാണത്. സോണിയാഗാന്ധി മത്സരിച്ചു റായ്ബറേലിയിൽ. ഇപ്പൊ അവർ പിന്മാറി MP ആയിട്ട് മാറി രാജ്യസഭയിൽ. അവിടെ നിന്ന് ഒളിച്ചോടി. അത് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല. എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല ഇവര് കോൺഗ്രസ് ഇത്ര വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് അല്ലേ? എന്തിനായും നരേന്ദ്രമോദിജി ഇപ്പൊ പേടിച്ചിട്ട് ഓടുന്നത്? അവരവിടെ മത്സരിക്കണം, ആണ് എന്റെ അഭിപ്രായം. വയനാട്ടിൽ മത്സരിക്കാൻ പാടില്ല. വയനാട്ടിൽ വന്നാല് ഒരു 50% അവിടെ ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. അത് കണ്ടിട്ടാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് തീർച്ചയായിട്ടും അവർ അമേഠിയിൽ മത്സരിക്കും. രാഹുൽ ഗാന്ധി മത്സരിക്കണം. രാജീവ് ഗാന്ധി മത്സരിച്ചാണ്, ഇന്ദിരാഗാന്ധി മത്സരിച്ചാണ് റായ്ബറിലെ. അവിടെ മത്സരിക്കുക. അതാണ് അതിന്റെ മര്യാദ. അതോടെ തോൽക്കൊന്ന് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവര് മണ്ഡലം മാറി മത്സരിക്കുന്നത്. ഇത്രയും അർപ്പിച്ചു പോയല്ലോ എന്നുള്ള ഭയങ്കര സങ്കടമാണ് സാർ. ഈ കോൺഗ്രസ് അർപ്പിച്ചു പോയെന്നുള്ളത് മൊത്തത്തിൽ അവർ കാണിക്കുന്നില്ല. അഴിമതി എല്ലാം. അതുകൊണ്ടാണ് ജനങ്ങളെ വടക്കേം തിരുന്നത് അവർ തിരസ്കരിക്കുന്നത്. അയോധ്യ എന്തെല്ലാം പറഞ്ഞത്? അയോധ്യ രാമൻ ഏതാന്നൊക്കെ ചോദിച്ചു. അതൊക്കെ അംഗീകരിക്കാൻ നമ്മുടെ ഹിന്ദുക്കൾ അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഏതായിക്കോട്ടെ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവരുടെ മതത്തെ പറ്റി പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതൊക്കെയാണ് പുള്ളിക്ക് തിരിച്ചടിയിട്ടുന്നത്. പക്വതയില്ലാത്ത ഇതായിപ്പോയി തീരുമാനങ്ങൾ എടുക്കുന്നത്. അതാണ് പറ്റുന്നത്. അത് മനസ്സിലാക്കി പുള്ളി ഇതുവരെ അത് തീരുമാനം ആയിട്ടില്ല. ആകെ വയനാട് പുള്ളി 9 തവണയാണ് വന്നിരിക്കുന്നത് ജയിച്ചതിന് ശേഷം. രാഹുലിന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെങ്കിലും ഇല്ല, ഒട്ടുമില്ല. അതെ സാറേ, തെരഞ്ഞെടുപ്പിന് മാത്രം പുള്ളി വരുന്നത്. അവിടെ വന്യജീവിയുടെ നമുക്ക് ആദ്യം എത്ര ആളുകൾ മരിക്കുന്ന വന്യജീവി ആക്രമണത്തിൽ അവിടെ അവർ 50 ലക്ഷം രൂപ കൊടുക്കുന്ന പകരം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ട് സാർ, ആ 50 ലക്ഷം രൂപ കൊടുക്കുന്ന പകരം അവിടെ തമിഴ്നാടിനെ നമ്മൾ നോക്കി പഠിക്കേണ്ടതാണ്. അവിടെ കംപ്ലീറ്റ് അവര് ബോർഡർ മൊത്തം ടാങ്കുകൾ കെട്ടി വെള്ളം കെട്ടി കൊടുക്കുന്നു, പ്ലാവുകൾ നടന്നു ചക്ക തിന്നാനായിട്ട്. ഇതൊന്നും പുള്ളിക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. അവിടുത്തെ MP അല്ലേ, അതിനെപ്പെട്ട് ഉള്ള എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നേരത്തെ കോൺഗ്രസിന്റെ കോട്ടയാണത്. ഇപ്പോഴാണ് ഇത്ര അർപ്പിച്ചു പോയത് ഈ വയനാട് എല്ലാം സംഭവിച്ചത്. പുള്ളി അത് ശ്രദ്ധിക്കുന്നില്ല. പുള്ളിക്ക് വേറെ ചിന്തകളാണ്. രാഷ്ട്രത്തോട് സ്നേഹമില്ല, അങ്ങോട്ട് ചെയ്യത്തില്ല. നന്ദി അനിൽകുമാർ. അൽത്താഫ് എന്ന പ്രേക്ഷകൻ എരുമേലിയിൽ നിന്നും ചേരുന്നു. അൽത്താഫ്, താങ്കളുടെ നിലപാട് എന്താണ്? രാഹുൽ വയനാട്ടിൽ മാത്രം മത്സരിച്ചാൽ മതിയോ? അത് സത്യസന്ധമായി നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇത്രത്തോളം രാജ്യത്ത് നിന്ന് അപ്രതീക്ഷിതമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിൽ വന്ന് പിണറായി വിജയനെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നയാളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ പറയുന്നത് അവർ BJPക്ക് എതിരാണെന്നാണ്. പക്ഷെ BJPക്ക് എതിരായിട്ടുള്ള രാഹുൽ ഗാന്ധി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ അവർ കോൺഗ്രസിൽ എന്നും നിലനിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുന്നത്? വയനാട്ടിൽ വന്നാണ് മത്സരിക്കുന്നത്. ആർക്കെതിരാണ് മത്സരിക്കുന്നത്? ഇവിടെ CPIക്ക് ആനി രാജയ്ക്കെതിരാണ് ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. ഇവരിതുകൊണ്ട് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇവിടെ നേരത്തെ മുതൽ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി മത്സരിച്ച മണ്ഡലമാണ് ഈ അമേഠി. ഈ അമേഠിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്കാൻ ഭയമാണ്. സ്മൃതി ഇറാനിയാണ് കഴിഞ്ഞ തവണ 2019 ജയിച്ചത്. റായ്ബേലിയിലും ഇവരുടെ പരമ്പരാഗത മണ്ഡലമാണ്. സോണിയാഗാന്ധി നിന്ന് ജയിച്ച മണ്ഡലമാണ്. സോണിയാഗാന്ധി ഭയപ്പെട്ട് ഓടി, പ്രിയങ്ക ഗാന്ധി ഭയപ്പെട്ട് ഓടി, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭയപ്പെട്ട് ഓടാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവര് BJPക്കെതിരെ ബദൽ ആയിട്ട് വളർന്നു വരേണ്ട ഒരു പാർട്ടിയല്ലേ? ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചതല്ലേ? 10 വർഷം കൊണ്ട് ഇത്രയും ക്ഷയം ഉണ്ടാകാൻ ഇത്രയും ഇങ്ങനെ തകർന്നു പോകുന്ന ഒരു പാർട്ടി ഇപ്പൊ അത്ഭുതമായി ആവുകയാണ്. ഇവരുടെ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇത്രയും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. അമേഠിയിലൊക്കെ അവർക്കും ഒരു പോരാട്ടത്തിന് പോലും രാഹുൽ ഗാന്ധി എന്തിനു ഭയപ്പെടുന്നു? വയനാട്ടിൽ ആകെ 2 തവണ വന്ന് ഈ വയനാട്ടിലെ ആളുകൾ കൂടി സ്വന്തമായി ചിന്തിക്കണം. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുവെങ്കിൽ പോലും വെറുതെ വന്ന് 2 തവണ വന്ന് ഇവിടുന്ന് ഒരു MP ആയി പോയിട്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാൻ എന്തുകൊണ്ട് ഈ ആർജവം കാണിക്കുന്നില്ല? വളരെ ഒരു ദയനീയ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. BJPക്ക് ബദലാകാനുള്ള അവര് തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും അവര് ആർജവം കാണിക്കണ്ടേ? ഇത്ര ഭയപ്പെട്ടോട് ഭീരുവായി ഓടാൻ പാടില്ല. ശരി അൽത്താഫ്, ശരി, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ഡേവിഡ് ഉണ്ട് ഗുജറാത്തിൽ നിന്ന്. ഡേവിഡ്, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് അവിടെ കാലാവസ്ഥ? എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? ഇല്ല, ഇവിടെ നല്ല തണുപ്പാണ്. ഞാനിവിടെ ജാംനഗർ ഇങ്ങേറ്റമല്ലേ, അതുകൊണ്ടല്ലേ ഓടി വന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അവിടുത്തെ ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. ശരി, രാഷ്ട്രീയ ചൂട് അവിടെ? ഇവിടെ രാഷ്ട്രീയ ചൂടൊന്നല്ല, പ്യൂർലി BJP. ഇവിടെ എതിർ സ്ഥാനാർത്ഥി പോലും ആരാന്ന് അറിയാൻ വയ്യ.
ഇവിടെ അത്രേ ഉള്ളൂ. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നല്ല തമാശ ഞാൻ പറയാം. കൊതിയൻ ചേട്ടൻ ഇലക്ക് പോയി, എനിക്ക് നിലത്തിട്ട് തന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടൊരു അളിയൻ ഞാൻ കേട്ടത് അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു എന്നോ റായ്ബറെ എവിടെയാണ് അമേഠിയിലോ റോബർട്ട് വധേര അമേഠിയില്. കാരണം ആ സീറ്റ് അങ്ങോട്ട് കൊടുക്കണേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കുടുംബത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടി ആ ഗുലാം നബി ആസാദിനെയൊക്കെ പുറത്താക്കി, എന്നിട്ടും നമ്മുടെ വയനാട്ടിലൊരു ന്യൂനപക്ഷം എന്ന് പറഞ്ഞ സോക്കോൾഡ് ഒരു പക്ഷം ഉണ്ടല്ലോ, അവരുടെ വോട്ട് നേടി ഇവൻ ജയിക്കുന്നുണ്ടല്ലോ. അവിടെ ഇത്രയും വിവരമില്ലാത്തവരുണ്ടല്ലോ. ആ ന്യൂനപക്ഷം ഇപ്പൊ ഇവൻ കാരണം പഴിയേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ സമ്മറിൽ സുൽത്താൻ ബത്തേരി ഉണ്ടായിരുന്നു. ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാണ്, ഒരു ബോധമില്ലാത്ത വർഗമാണെന്ന്. അവരുടെ ആള് പറഞ്ഞാൽ മതി അവൻ ഇന്നത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇന്നത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വടക്കേ ഇന്ത്യയിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറും. അവൻ വർഗീയത ചൂഷണം ചെയ്യാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായാലും വലിയ നാണക്കേടാണ്. ഏതായാലും സ്വന്തം തട്ടകം നന്നാക്കി വെക്കാമെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് അവിടെ നഷ്ടപ്പെടില്ല. ഇത് അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇനി വയനാട്ടിലും കുഴി തോണ്ടിയിട്ടേ ഇവൻ പോവുള്ളൂ. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞു. ശരി, സുരേഷ് എന്ന പ്രേക്ഷകൻ കൂടി ഉണ്ട് വയനാട്ടിൽ നിന്ന്. സുരേഷ്, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് വളരെ കുറവായിരുന്നു എന്നാണ് മിക്ക പ്രേക്ഷകരും പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പോലും രാഹുൽ ഗാന്ധി കാര്യമായി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നു. ഇനി അമേഠിയിലേക്ക് രാഹുൽ മത്സരിക്കാൻ പോകുമോ? താങ്കളുടെ ഒരു നിലപാടെന്താണ്? എനിക്ക് ഇവിടുത്തെ വയനാട്ടിലെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ പറയാനുള്ളത്, രാഹുൽ ഗാന്ധി ഒരിടത്ത് വയനാട്ടിൽ മത്സരിച്ച് ഇവിടെ ജയിക്കുകയും ചെയ്തു. നല്ല പുരുഷത്തോട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു, അതേപോലെ തന്നെ ഈ പ്രാവശ്യം ജയിക്കും. പക്ഷെ വയനാട് വിട്ടിട്ട് വേറൊരു മണ്ഡലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചോട് എനിക്ക് യോജിപ്പില്ല. വെച്ചാൽ വയനാട്ടില് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടുത്തെ കർഷകരുടെ ആത്മഹത്യ, അതുപോലെ തന്നെ വന്യമൃഗശല്യം, അതുപോലെ തന്നെ ഇവിടുത്തെ പല കാര്യങ്ങളും. വയനാടിന് പിന്നോക്ക ജില്ലയാണ്. ആ ജില്ലയിൽ പല വികസന പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ചെയ്തതിന് പോരായ്മ ഈ പ്രാവശ്യം പരിഹരിച്ച് മുന്നോട്ട് വേണ്ടത്. വേറൊരു മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ വേറെയും കോൺഗ്രസിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ദേശീയ നേതാവാണ് ശരിക്കും. ദേശീയ നേതാവാണെങ്കിലും കോൺഗ്രസിൽ എത്രയോ നേതാക്കന്മാർ വേറെ ഉണ്ട്. അവർക്ക് അവസരം കൊടുക്കണം. വയനാട്ടിലെ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ജയിച്ച് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കണം. UDFന്റെ ഉറച്ച മണ്ഡലമാണ് ഇവിടെ. അത് കിട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, മധുസൂദനൻ എന്ന പ്രേക്ഷകനുണ്ട് ചേരുന്നുണ്ട്. മധുസൂദനൻ കൊല്ലത്ത് നിന്ന്. മധുസൂദനൻ, താങ്കളുടെ നിലപാട് എന്താണ്? രാഹുൽ വയനാട്ടിൽ തന്നെ നിന്നാൽ മതിയോ? രാഹുൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാവുന്ന ആളല്ലേ സാറേ. ദേശീയ നേതാവാണ്, കോൺഗ്രസിന്റെ ഒരു മുഖം തന്നെയാണ്. കോൺഗ്രസിന് നാളെ ഈ ആൾക്കാർ പറയുന്ന കേട്ടാൽ നാളെ കോൺഗ്രസിന് ഒരു നേതാവ് വേണ്ടെന്ന്. ഇപ്പൊ ഈ അമേരിക്കയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നേടിയത് എങ്ങനെ? കുറെ സാരിയും ചെരുപ്പും കൊടുത്തല്ലേ അവർ നേടിയത്. ഇപ്പൊ വയനാട്ടിൽ നടന്ന എന്താ? കിറ്റുമായിട്ട് വന്നില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പുറകെ നടക്കുക. എവിടെങ്കിലും എങ്ങനെയെങ്കിലും തോപ്പിക്കാൻ പറ്റുമോ? BJPക്കാരുടെ ലക്ഷ്യം അത് തന്നെ. അപ്പോ അദ്ദേഹത്തിന്റെ ബുദ്ധി അനുസരിച്ച് നിൽക്കും. അവിടെ മത്സരിക്കണോ? ഇല്ലാന്ന് വെച്ചാൽ ഇല്ല. അതിപ്പോ ആരാ ചോദ്യം ചെയ്യുന്നു? ഇത്രയും അങ്ങനെ ഒരു നിസ്സാരനായ ആളാണെങ്കിൽ ഇത്രയും അങ്ങ് പ്രസംഗം എല്ലാനെന്തോ മറ്റാരെങ്കിലും നിർത്തി ജയിപ്പിച്ചൂടെ? അപ്പൊ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹം നിൽക്കണം എന്നുള്ള തീരുമാനമുണ്ട്. അതനുസരിച്ചുള്ള തീരുമാനം വരികയും ചെയ്യും. അതിനൊരു തർക്കവുമില്ല. ശരി, മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് എന്ന പ്രേക്ഷകൻ കൂടിയുണ്ട്. മുഹമ്മദ്, താങ്കളുടെ നിലപാടെന്താണ്? നമസ്കാരം സാറേ. നമസ്കാരം. പിന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് ഒരാള് പറഞ്ഞു അയാൾ അവിടെ തന്നെ നിൽക്കണം, അയാൾ അവിടെ തന്നെ നിന്നിട്ട് അവിടെ വന്യമൃഗ സംരക്ഷണം വേറെയൊക്കെ നോക്കണം, വേറെ എവിടെയും പോകാൻ പാടില്ല. അയാള് തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ കുറച്ചേ അവിടെ ചെന്നിട്ടുള്ളൂ എന്നും പറഞ്ഞു. അപ്പൊ അയാൾ എന്നെ വേണപ്പ അവിടെ നിൽക്കാൻ. ഞാൻ അയാൾ ഈ പക്വതല്ലാത്ത ആളെ കൊണ്ടുപോയിക്കാണ്ട് അവിടെ നിർത്തി ഇവിടെ നിർത്തി. അപ്പൊ അത് അങ്ങോട്ട് അയാളെങ്ങനെ കൊക്കോയം മോൽപ്പിച്ച അതൊന്നും നടക്കണ കാര്യമല്ല. മാത്രമല്ല അയാൾ അതൊരു പക്വതയിൽ വരണം. പക്വത ഇല്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ടുപോയിക്കാണ്ട് പ്രധാനമന്ത്രി ആക്കാനൊന്നും പറ്റൂല. ഇത് ഇന്ത്യ രാജ്യ, അത് വളരെ പ്രധാനപ്പെട്ടതാ. ലോകരാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ബലപ്പെട്ട രാജ്യ. ഇവിടെ പക്വതല്ല ആള് വേണം മുഖ്യമന്ത്രിയാകാൻ, അത് പ്രധാനമന്ത്രിയാവാൻ. അതാ വേണ്ടത്, അല്ല അയാളെ ഇതിന് പറ്റൂല. ശരി, നിധിൻ എന്ന പ്രേക്ഷകനുണ്ട് കൊല്ലത്ത് നിന്ന്. നിധിൻ, രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണമോ വേണ്ടയോ എന്നതാണ് ചോദ്യം. അമേഠിയിൽ മത്സരിക്കണമെന്ന് ഉത്തരേന്ത്യയിലെ വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെടുന്നു. പക്ഷെ രാഹുൽ അങ്ങോട്ട് സമ്മതം മൂളുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസിൽ? വെറും ഭീരുവാണ് രാഹുൽ ഗാന്ധി. എന്തിനാ ഇങ്ങനെ പേടിച്ചോടേണ്ടത്?
ഒരു തെരഞ്ഞെടുപ്പ് ആദ്യം ഫേസ് ചെയ്യണം. ഫേസ് ചെയ്യാതെ പുള്ളി ഇത് എന്തായി കാണിക്കുന്നത്? അതും ഇപ്പൊ അമേഠി രാജ്യം മത്സരിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ BJPയുടെ ഒരു സീറ്റാണ് കുറയുന്നത്. ഇത് അതിനുള്ളൊരു സ്കോപ്പ് പോലും നൽകുന്നില്ല. ഇവിടെ BJP മത്സരിക്കാത്ത ഇവിടെ വയനാട്ടിൽ വന്ന് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുള്ള കഞ്ഞി മണ്ണ് വരിയിടുന്നു. ഇപ്പോഴോടുകൂടി രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പുള്ളിക്കെതിരെ നല്ല ആന്റിഗ്യുമെൻസി ഉണ്ട് വയനാട്ടിലും. ഇവിടെല്ലേ മനസ്സിലായത് അമേഠിയിൽ നിന്ന് എന്തുകൊണ്ടാണ് പുള്ളി തോറ്റോടിയത് എന്നത്. അതാണ് പറയാനുള്ളത്. അത് മാത്രമല്ല, ഈ 5 വർഷം കൂടുമ്പം വന്ന് ബത്തേരി വന്നിങ്ങനെ കൈ കാണിച്ചു തന്നാൽ എല്ലാ കാലത്തും ജയിക്കണമെന്നൊന്നുമില്ല. ഇപ്പൊ കേരളത്തിൽ വന്നിട്ടായാലും കണ്ടില്ലേ, ഇപ്പൊ കൊടി പിടിക്കാനും ഭയം. ഇങ്ങനെ എല്ലാത്തിലും ഭയം, നിക്കാൻ ഭയം, കൊടി പിടിക്കാൻ ഭയം, എല്ലാത്തിലും ഭയം. അതാ പറഞ്ഞേ. ഇപ്പൊ തന്നെ മോഡി വാരാണസി മത്സരിക്കാൻ വന്നപ്പോ അവിടുത്തെ മുഖ്യമന്ത്രി അഖിലേഷ് ആയിരുന്നു. അവിടെ ഇന്ന് ഫൈറ്റ് ചെയ്താണ് മോഡി അവിടെ ജയിച്ചത് അല്ലേ? ഇതുകൊണ്ടൊക്കെ രാഹുലിന് എന്താ അവിടെ ഫൈറ്റ് ചെയ്യാൻ എന്താ ഭയം? ഇനിയിപ്പോ അമേഠി കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു വീഡിയോ കണ്ടായിരുന്നു, സ്മൃതി ഇറാനി 5 വർഷം കൊണ്ട് അവിടെ ചെയ്തത്. അവിടെ പുതിയ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന്, റോഡ് എല്ലായിടത്തും, മറ്റേ സിവിൽ സ്റ്റേഷൻ പുതിയത് പണിത്, പുതിയ സ്റ്റേഡിയം പണിത്. അങ്ങനെ ഇനിയിപ്പോ രാഹുലിന് ഇനിയിപ്പോ തൊടാൻ പറ്റത്തില്ല അമേഠി. അത് പുള്ളിക്കത് അറിയാം. സ്മൃതി ഇവിടെ ആക്റ്റീവ് ആയിരുന്നു. ഇങ്ങനെ സാധാ ഒരു BJPയുടെ ഒരു നേതാവിനോട് പോലും ഒട്ടി നിൽക്കാൻ പറ്റാത്ത രാഹുൽ എങ്ങനെയാണ് മോഡിക്ക് പകരക്കാരനാണെന്ന് സ്വയം പറയുന്നത്? അത് മാത്രമല്ല, നമ്മൾ ഓർക്കുന്നില്ല കോൺഗ്രസിന്റെ എത്രയോ കഴിവുള്ള നേതാക്കളുണ്ടായിരുന്നു. ഫെയ്സ്, അമരീന്ദർ സിംഗ്, മറ്റേ കപിൽ സിബല്, എത്രയോ ആളുകളുണ്ടായിരുന്നു ഇങ്ങനെയുള്ളവര്. അവര് ആരും ഇപ്പൊ ഇല്ല. ഇപ്പൊ പുള്ളിയും പുള്ളിയുടെ ഫാമിലിയും മാത്രം ഇപ്പൊ. അതാ പറഞ്ഞേ. ഇനിയിപ്പം വയനാടും പുള്ളി കൈവിടും. അന്ന് വന്നു നിന്നോണക്കല്ല ഇപ്പം പുള്ളിക്കെതിരെ നല്ല, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാര്യമൊന്നും ഇല്ലെന്ന്. പേടിച്ച് കേരളത്തിൽ വന്ന് നിൽക്കുന്നു. അതും BJP ശക്തമായിട്ടുള്ള കർണാടകയിൽ പോലും നിൽക്കാൻ പുള്ളിക്ക് ഭയവാ. അതല്ലേ, കർണാടക പോലും നിൽക്കുന്നില്ല, ഇവിടെ കേരളത്തിൽ വന്ന് നിൽക്കുന്നു. എന്ത് പിന്നെ ഭീരുത്വം എന്നല്ലാതെ എന്താ പിന്നെ പറയേണ്ടത്? ശരി, അതാ. ശരി. രവി എന്ന പ്രേക്ഷകരുണ്ട് കൊല്ലത്ത് നിന്ന്. രവി, രാഹുൽ വയനാട്ടിൽ ഒരു MP എന്ന നിലയിൽ എത്രത്തോളം പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന ചോദ്യം മറ്റൊന്നാണ്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ സാന്നിധ്യം അമേഠിയിൽ ആവശ്യമാണ്. അതാണ് ഒരു പ്രശ്നം. ഒരു സ്ഥലത്ത് ഈ രാഹുൽ ഗാന്ധി നിന്നാ ജയിച്ചാലും അവന്റെ ജീവനും പ്രധാനമന്ത്രിമാര് അന്ന് ഇന്ദിരാഗാന്ധി കുടുംബത്തിൽ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്ത് ഇവന്റെ അച്ചാമ പാവപ്പെട്ട് നടന്ന് കഥാപ്രസംഗം പറഞ്ഞ സാംബശിവനെ പോലും കൊണ്ടുപോയി ജയിലിലിട്ട് ഇവരൊന്നും ജീവിക്കാൻ ഒരിക്കലും കോൺഗ്രസ് ഇവനെ ജയിപ്പിച്ചാൽ ഇവൻ പിറക്ക കൈയും കെട്ടിയാണ് നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് കണ്ട ഒരു സേവ ചെയ്യാത്ത ആര് പ്രധാനമന്ത്രിയാക്കി കോൺഗ്രസ്സുകാർ കുറച്ചു പേരെങ്ങനെ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഇവൻ എന്ത് കഴിച്ചുണ്ട്? ഒരു കാര്യത്തിന് സമാധാനം അതിനെടുക്കാൻ കഴിവില്ലാത്തവനല്ലേ ഈ രാഹുൽ ഗാന്ധി. എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിവുണ്ടാ? ഇവനെ പ്രധാനമന്ത്രിയാക്കാൻ കൊണ്ടു കിടക്കുന്നു. ഇത് ഇവിടത്തെ കോൺഗ്രസ്സുകാരുടെ ഞാൻ പറഞ്ഞിട്ട് ആര് കേൾക്കായി? ഇവൻ ഒരു പ്രധാനമന്ത്രിയാവും. ഏതായാലും രാഹുൽ ഗാന്ധി നമ്മളങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട ഒരാളല്ല. ഒരു പ്രേക്ഷകനാണെങ്കിൽ പോലും അത്തരത്തിൽ സംസാരിക്കുന്നതും ശരിയല്ല. സാമുവൽ എന്ന പ്രേക്ഷകരുണ്ട് കൊല്ലത്ത് നിന്ന്. സാമുവൽ, താങ്കൾക്ക് പറയാം. സാർ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നപ്പോൾ MP ആവും. രാഹുൽ ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിക്കുന്ന കാര്യമില്ല. അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. ആ സാഹചര്യത്തിൽ അമേഠിയിൽ ഇപ്പം പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം. പ്രിയങ്ക ഗാന്ധി അവിടെ നേരിടണം. അമേഠിയിൽ, റായ്ബറേലിയിൽ വേറെ ആരെങ്കിലും നിർത്തണം. എങ്കിൽ മാത്രമേ പാർട്ടി സജ്ജമാവൂ. രാഹുൽ ഗാന്ധി മറ്റുള്ള മണ്ഡലങ്ങൾക്ക് പോയി എല്ലാവരെയും കാണുകയും കേൾക്കുകയും പ്രസംഗിക്കുകയും എടുക്കുകയും എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന ഒരാളായിട്ട് നിൽക്കണം. എങ്കിൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടൂ. ഇന്നിപ്പോ കോൺഗ്രസ് ആ നെഹ്റു കുടുംബത്തിന്റെ അവസാന തരി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ആ പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നത്. അല്ലാതെ മറ്റുള്ള കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോന്നു. അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നും നിലനിൽക്കുന്നത്. സാർ, ശരി. റഷീദ് എന്ന പ്രേക്ഷകൻ കൊയിലാണ്ടിയിൽ നിന്നും. റഷീദ്, താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? സാധാരണഗതിയിലെ മുൻകാലങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ആളുകളെ ഒന്നും രണ്ടും മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാറുണ്ട്. അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇന്ന് യഥാർത്ഥത്തില് ഇന്ത്യ മുന്നണി ഒരു തരംഗം ഇന്ത്യയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഇന്ത്യ മുന്നണിക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യയിൽ നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഒരു തേട്ടമാണ് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ വരിക എന്ന്. അങ്ങനെ വരുമ്പോൾ രാഹുൽ ഗാന്ധി രണ്ടിടത്ത് മത്സരിക്കുന്നതിൽ തെറ്റില്ല. കാരണം രണ്ടിടത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യയുടെ ശ്രദ്ധാ കേന്ദ്രം രാഹുലിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ
ഇന്ത്യ മുന്നണിക്ക് അതൊരു വലിയ നേട്ടമായും അത് വന്നുകൂടായില്ല. പ്രിയങ്കയും മത്സരിക്കണം. അങ്ങനെ വരുമ്പോൾ വളരെ വാർത്താ പ്രാധാന്യം വരികയും ജനങ്ങളൊക്കെ അതിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും ഇന്ത്യ മുന്നണിക്ക് ഒരു വൻ ജയം, വൻ മുന്നേറ്റം നടത്താൻ അതുമൂലം സാധ്യമാവും എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, സുരേഷ് എന്ന പ്രേക്ഷകൻ എറണാകുളത്ത്. സുരേഷ് പറയാം. ഞാൻ പുള്ളി അമേഠിയിൽ മത്സരിക്കാതെ കേരളത്തിൽ വന്ന്, അതും ഈ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായിട്ടുള്ള CPIക്കെതിരെയാണ് പുള്ളി മത്സരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ശരിക്ക് NDA മുന്നണി ഇന്ത്യയിൽ വരുന്ന വ്യക്തിപരമായിട്ട് അഭിപ്രായമുള്ള ആളും കൂടിയാണ് ഞാൻ. ഒരു കാരണവശാലും പുള്ളി കേരളത്തിൽ വന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു. അങ്ങേരത് വന്ന് ഇവിടെ വന്ന് മത്സരിക്കുകയും ചെയ്ത് ഇപ്പൊ അമേഠിയിലാണ്, അങ്ങോട്ട് കേരളത്തിൽ ചെല്ലണമില്ല. ഇപ്പൊ അമേഠിയിലുള്ള എനിക്ക് പരിചയമുള്ള 1-2 ടീമുകൾ പറയുന്നത് അമേഠിയിൽ പുള്ളി ഒന്നും ചെയ്തിട്ടില്ല, അവിടെ ചെന്ന കെട്ടിവെച്ച കാശ് പോലും കക്ഷി കിട്ടില്ല എന്ന് പറയുന്നത്. ആ രീതിയിലാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. പുള്ളി കേരളത്തിൽ വന്നല്ല മത്സരിക്കേണ്ടത്. കേരളത്തിൽ വന്ന് പുള്ളി വന്നിട്ട് ഇവിടെ ഉറപ്പായിട്ടും ജയിക്കുന്ന ഒരു സംഭവം അവിടെ അല്ല. പുള്ളി ശരിക്കും ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന രീതിയിൽ, പുള്ളിനെ പ്രധാനമന്ത്രിയുടെ ഒരു രീതിയിൽ നിൽക്കുന്ന ആളെ ശരിക്കും മത്സരിക്കേണ്ടത് അമേഠിയിലാണ്. സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ സംസാരിക്കും, ഉത്തരേന്ത്യയിൽ മത്സരിക്കേണ്ടത്. അവിടെ നിന്നിട്ട് സന്ദേശം കൊടുക്കേണ്ടത്. ഇവിടെ വന്നിട്ട് ഈ ഇടതുപക്ഷത്തിനെതിരായിട്ടും അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയുടെ പുള്ളിയുടെ നേരിട്ട് ഡയറക്റ്റ് ഘടകകക്ഷിയാണ് CPI. അവർക്കെതിരെ മത്സരിക്കുന്നവര് ശരിക്കും എനിക്കൊന്ന് രാഷ്ട്രീയ ഒരു വിഡ്ഢിത്വമാണ്, പാപ്പരത്വം എന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, ബിജു ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. ബിജു, താങ്കൾക്ക് പറയാം. ഹലോ, ബിജു പറഞ്ഞോളൂ. ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ ഭൂരിഭാഗം ആളുകൾ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത്, ഈ രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വെറും ഇടതുപക്ഷം ദുർബലാന്ന് അവരെന്നെ പറയണു. അവിടെ വന്നിട്ടുള്ള ഇന്ത്യയിൽ മൊത്തം ദുർബലാന്ന് പറയണു. അവിടെ എന്നിട്ട് നമ്മുടെ CPIക്കെതിരെ മത്സരിക്കണം. ഇവിടെ വന്നിട്ട് ഇവിടെ മത്സരിക്കാനേ പാടില്ലായിരുന്നു. എന്നിട്ട് അമേഠിയിൽ മത്സരിക്കുകയാണെങ്കിൽ അതിനൊരു ഇതുണ്ട്. ഇത് ശരിക്കും തെറ്റായ പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത്. വയനാട് വന്ന് മത്സരിച്ചതോടുകൂടി കഴിഞ്ഞ തവണ ഇന്ത്യയിൽ ആകെ കോൺഗ്രസ് തകർന്നടിയുണ്ടായത്. ആകെ തകർന്നടിക്ക് കാരണം രാഹുൽ കേരളത്തിൽ വന്ന് മത്സരിച്ചാണ്. ഇപ്പോ കേരളത്തിൽ മാത്രം കോൺഗ്രസ് ഉണ്ടായി, മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിനെ ആ അക്കം കൂട്ടിയതാണ് വയനാട്ടിലെ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. രാഹുൽ ഗാന്ധി ഇവിടെ ഇപ്പൊ നിലവിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചു. ഓക്കെ, ഇത്തവണ മത്സരിക്കാതെ മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പൊ നേരത്തെ തന്നെ അമേഠിയിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് ഗുണം ചെയ്തിരുന്നു, ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്തിരുന്നു. ഇപ്പൊ അത് നേരിട്ട് BJPക്ക് ഒരു കൊടുക്കണ പോലെ, BJPക്ക് ഒരു മേൽക്കൈ കൊടുക്കുന്ന രീതിയിലായി. അത് മാത്രമല്ല, സോണിയാഗാന്ധിയുടെ കാര്യം കൂടി പറയണം. സോണിയാഗാന്ധി ലോക്സഭയിൽ മത്സരിക്കാതെ നേരിട്ട് രാജ്യസഭയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതി ഇപ്പൊ നേരത്തെ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നുണ്ടായി. അത് പരാജയം മുന്നേ തന്നെ സമ്മതിക്കുന്ന തുല്യാണ്. അവരവരുടെ സീറ്റ് സേഫ് ആയിട്ട് രാജ്യസഭയിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി. നിരവധി പ്രേക്ഷകർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി വയനാട് വിടുമോ, അമേഠിയിൽ മത്സരിക്കണമോ, രാഹുൽ വയനാടിന് പുറത്തേക്ക് പോകണമോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്കായി മുന്നോട്ട് വെച്ചത്. ഏതായാലും പൊതുവേദിയിൽ പങ്കെടുത്ത പ്രേക്ഷകർക്കെല്ലാം നന്ദി. നാളെ മറ്റൊരു വിഷയവുമായി എത്താം. നമസ്കാരം. അതായത്